യുദ്ധഭീതിയിൽ പാകിസ്ഥാൻ ഭാരതത്തിന്റെ നടപടി യുദ്ധത്തിന് വഴിയൊരുക്കുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഭാരതവുമായുള്ള നയതന്ത്ര സംഘർഷം വർദ്ധിച്ചു വരുന്നതിനാൽ പാകിസ്ഥാൻ സൈന്യം ഏത് സാഹചര്യം നേരിടാനും തയ്യാറാണെന്നും പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഒരു ടെലിവിഷന് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ജിഷ്ണു, പാകിസ്ഥാൻ നെട്ടോട്ടത്തിലാണ്. എന്തായാലും ഒരു യുദ്ധം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതിരോധ മന്ത്രിയുടെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ എന്താണ്? അനിൽ നമ്പ്യാർ, തീർത്തും ഒരു യുദ്ധഭീതിയിൽ തന്നെയാണ് പാകിസ്ഥാൻ ഉള്ളത്. കാരണം പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അതിന് ശക്തമായ തിരിച്ചടി ഭാരതം നൽകും എന്ന തിരിച്ചറിവ് പാകിസ്ഥാനുണ്ട്. അതുമാത്രമല്ല, ഈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രണവും ആയുധ പരിശീലനവും നടന്നത് അതിർത്തിക്കപ്പുറത്ത് പാകിസ്ഥാനിലാണ് എന്നുള്ളതും ഒപ്പം പാകിസ്ഥാൻ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നു എന്ന വസ്തുത ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തുറന്നു കാട്ടിക്കൊണ്ടാണ് നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും ഭാരതം ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. അതിർത്തി മേഖലയിൽ അത് സമുദ്ര അതിർത്തിയാണെങ്കിലും ഒപ്പം പഞ്ചാബ് ജമ്മു കാശ്മീർ മേഖലയിൽ പാകിസ്ഥാൻ അതിർത്തികളിലും അതിശക്തമായിട്ടുള്ള, തീർത്തും പറഞ്ഞാൽ യുദ്ധസമാനമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നിലവിൽ ഭാരതം നടത്തിവരികയാണ്. കര വ്യോമ നാവിക സേനയോട് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകുകയും കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ഒരു യുദ്ധഭീതിയിലേക്ക് പാകിസ്ഥാൻ പോകുന്നു. അത്തരത്തിലൊരു യുദ്ധമുണ്ടായാൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള തിരിച്ചറിവ് പാകിസ്ഥാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന പ്രതികരണം ഈ ലോകരാഷ്ട്രങ്ങൾക്കിടയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ നടപടികൾ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് ഇരു രാജ്യങ്ങളെയും കൊണ്ട് ചെന്നെത്തിക്കും എന്ന് കരുതുന്നു എന്നാണ് ഖ്വാജ ആസിഫ് പ്രതികരിച്ചിട്ടുള്ളത്. കൂടാതെ പ്രതിരോധ മന്ത്രി എന്നുള്ള രീതിയിൽ ഖ്വാജ ആസിഫ് പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യ എന്ത് നടപടി സ്വീകരിച്ചാലും അതിർത്തി മേഖലയിൽ പാകിസ്ഥാനെതിരെ എന്ത് നടപടി സ്വീകരിച്ചാലും അതിന് സമാനമായ തിരിച്ചടി ഉണ്ടാകുമെന്നും പാക് സൈന്യം എന്തിനും തയ്യാറാണ് എന്നുള്ളതും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏത് രീതിയിലുള്ള മറുപടി ഭാരതം നൽകും എന്നുള്ളൊരു തിരിച്ചറിയാനോ അല്ലെങ്കിൽ അത് കണക്ക് കൂട്ടാനോ അതിനെ പ്രതിരോധിക്കാനോ സാധിക്കാത്തൊരവസ്ഥയിലാണ് നിലവിൽ പാകിസ്ഥാൻ ഉള്ളത് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ലോക രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും അത്തരത്തിൽ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം നേരിട്ടുള്ളൊരു യുദ്ധം എന്നത് അപ്പുറത്തേക്ക് ഭീകരർക്ക്, ഭീകരശക്തികൾക്ക്, അവരെ പിന്തുണയ്ക്കുന്നവർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള തിരിച്ചടിയും ഈ വിഷയത്തിൽ ഭാരതം നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാണ് ദേശീയ തലത്തിലും ഒപ്പം അന്താരാഷ്ട്ര തലത്തിലും രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം അതിന് ശക്തിയുള്ള സാമ്പത്തിക സൈനിക ശക്തിയായി ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതം വളർന്നിട്ടുണ്ട്. രാജ്യത്തെ പൗരന്മാരുടെ ചോര വീഴ്ത്തിക്കൊണ്ട് പഹൽഗാമിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണത്തിന് അത് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ജമ്മു കാശ്മീർ പൗരന്മാരെയും പാക് പൗരന്മാരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഭീകരരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും കൂടാതെ പാക് ചാരസംഘടനയായിട്ടുള്ള ISIയും ചേർന്നുകൊണ്ടാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ NIAയുടെ പ്രാഥമിക റിപ്പോർട്ടിലും കൂടാതെ കേന്ദ്ര ഏജൻസികൾ, സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഉൾപ്പെടെ ആഭ്യന്തര മന്ത്രാലയത്തിന് കഴിഞ്ഞ ദിവസം നൽകിയിട്ടുള്ള റിപ്പോർട്ടുകളിൽ വളരെ വ്യക്തമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിർത്തി മേഖലകളിൽ ഭീകരശക്തികൾക്കെതിരെയും ഭീകരരെ പിന്തുണയ്ക്കുന്നവർക്കെതിരെയും ഒരിക്കലും മറക്കാനാകാത്ത മറുപടി ഭാരതം നൽകും എന്ന തിരിച്ചറിവിലും എന്ന ഭയത്തിലുമാണ് ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ട് എന്ന പ്രതികരണം ഇപ്പോൾ പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നടത്തിയിട്ടുള്ളത്. അനിൽ നമ്പ്യാർ. യുദ്ധഭീതിയിൽ പാകിസ്ഥാൻ ഭാരതത്തിന്റെ നടപടി യുദ്ധത്തിന് വഴിയൊരുക്കുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. ഭാരതവുമായുള്ള നയതന്ത്ര സംഘർഷം വർദ്ധിച്ചു വരുന്നതിനാൽ പാകിസ്ഥാൻ സൈന്യം ഏത് സാഹചര്യവും നേരിടാനും തയ്യാറാണെന്നും പാക് പ്രതിരോധ മന്ത്രി ഒരു ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ പരാമർശിച്ചു. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.